നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്പ് ലീഗിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-1 വിക്ടോറിയ പുൽസാനെതിരെ വിജയിച്ചു. മറ്റൊരു മത്സരത്തിൽ ടോട്ട്നാമിന്റെ ബാഡ് ഫോം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ റേഞ്ചേഴ്സിനെതിരെ 1-1 സമനില പിടിക്കാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ യുണൈറ്റഡ് മാച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ആവറേജ് പെർഫോമൻസും സെക്കൻഡ് ഹാഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസുമാണ് നമ്മൾ കണ്ടത്. കളി തുടങ്ങി 20-20 മിനിറ്റിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റമൊന്നും രണ്ട് സൈഡിൽ നിന്നും വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഹാഫ് ആൻ അവറിന് ശേഷമാണ് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് നമ്മളിന്ന് കണ്ടത്. ഇന്ന് ബ്രൂണോ ഫെർണാണ്ടസ് എനിക്ക് തോന്നുന്നു ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ 1-2 ഷോട്ടുകൾ ബോക്സിന് പുറത്തു നിന്ന് വന്നു, ഒരു സ്ക്വയർ പാസ് ബോക്സിലേക്ക് എത്തിച്ചു, ഒരു അസിസ്റ്റ് കൊടുത്തു. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ബ്രൂണോയുടെ സൈഡിൽ നിന്ന് വന്നു. എടുത്തു പറയേണ്ടത് വിക്ടോറിയ പുൽസാനായാലും ഒരുപാട് ചാൻസുകളൊന്നും ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തില്ല. അങ്ങനെ 0-0 എന്ന നിലയിൽ കളി മുമ്പോട്ട് പോവുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്തു വിടുന്നത് യുണൈറ്റഡിന്റെ ഒരു പാരമ്പര്യമാണെന്ന് തോന്നുന്നു. ഒനാന അത് മറന്നില്ല. 47-ാമത്തെ മിനിറ്റിൽ ഒരു അടിപൊളി ഗിഫ്റ്റ് ഓപ്പോസിഷന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഡീലിറ്റ് ബിൽഡിംഗ് ഫ്രം ദ ബാക്ക് എന്ന രീതിയിൽ ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ടൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ എന്തിനാണ് ബോൾ കൊടുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഒനാനയുടെ സൈഡിൽ നിന്ന് വലിയൊരു മിസ്റ്റേക്ക് വരുന്നു. ഒരു കിഡിലം ഓപ്പർച്യൂണിറ്റി വിക്ടോറിയ പുൽസാൻ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ടാപ്പിൻ ചാൻസ് വീദ്രയ്ക്ക് ലെഫ്റ്റ് വിങ് കിട്ടി, പുള്ളി അത് ടാപ്പിൻ ചെയ്തു. അങ്ങനെ 47-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് അവരെത്തുകയും ചെയ്തു. അതോടുകൂടി കളി കയ്യിൽ പോകുമോ എന്ന സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈറ്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. റാഷ്വുഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് റാസ്മസ് ഹോയ്ലൻഡ് ടീമിലേക്ക് എത്തുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു കിടിലം പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. ആദ്യത്തെ ഗോള് വരുന്നത് അമാദാണ് ഈ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റൈറ്റ് വിങ്ങിൽ നിന്ന് പുള്ളി ഒരു കിടിലം ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരുന്നു. ആ സമയത്തുള്ള ഒരു സ്ലോ നട്ട്മെഗ് ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ടച്ച് ആയിരുന്നു. അതിനുശേഷം ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നു. ആ ബോൾ ഡിഫ്ലക്റ്റ് ആയിട്ട് റാസ്മസ് ഹോയ്ലാൻഡിന്റെ ഒരു ടാപ്പ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റന്റ് ടച്ച് അവിടെ കണ്ടു. അങ്ങനെ യുണൈറ്റഡ് 1-1 സ്കോറിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് കിടിലം 4-5 ചാൻസുകൾ അവർക്കുണ്ടായിരുന്നു. ക്ലിനിക്കൽ ആയിട്ടുള്ള ഫിനിഷിംഗ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 ഗോളൊക്കെ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നുണ്ടായിരുന്നു. മെയ്സൺ മൗണ്ടിന് 2 ഷോട്ടുകൾ കിട്ടി. അതിൽ ഒരു ചാൻസ് ഉറപ്പായിട്ടും പുള്ളി കൺവേർട്ട് ചെയ്യേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. 2 ചാൻസുകളും ഗോൾ കീപ്പർ സേവ് ചെയ്തു. മറ്റൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. പുള്ളി ലെഫ്റ്റ് വിങ്ങിൽ വന്നിട്ട് സ്കോർ ചെയ്തിട്ടൊരു പാസ് ബോക്സിലേക്ക് ഇടുന്നു. ഹോയ്ലാൻഡിന് ടാപ്പിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിരുന്നു. അങ്ങനെ കളി സമനിലയിൽ പിരിയുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടുന്നത്. ഒരു ഏരിയൽ ബോളാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു ക്രോസ് ബോക്സിലേക്ക് ഇടുന്നൊക്കെ പ്രതീക്ഷിച്ച സമയത്ത് ഹോയ്ലാൻഡിന്റെ കാലിലേക്ക് ഒരു ഗ്രൗണ്ട് ഷോട്ട് അടിക്കുന്നു. പുള്ളി ഒരു 1 ടച്ച് എടുത്ത് ആ ബോൾ റിസീവ് ചെയ്ത് ബോക്സിലേക്ക് അടിക്കുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്കാണ് ബോൾ പോയത്. അങ്ങനെ 2-1 ലീഡിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ് നമ്മളിന്ന് കണ്ടത്. ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ UCLലേക്ക് നോക്കുമ്പോൾ 7ാം സ്ഥാനത്തേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തിയിട്ടുണ്ട്. ഇനി 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതുകൂടി ജയിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിൽ തന്നെ നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട്. എന്തായാലും ഈ ഫോം കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. മറ്റൊരു മത്സരത്തിൽ ടോട്ട്നാമിന്റെ ഫോം ഓരോ മത്സരം കഴിയും തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ മത്സരം തോക്കുന്നുള്ള രീതിയിലായിരുന്നു മുമ്പോട്ട് പോകുന്നത്. കാരണം ഒരു പരിധി വരെ 75-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡ് റേഞ്ചേഴ്സിനുണ്ടായിരുന്നു. നമ്മൾ പഴയ പല്ലവി തന്നെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓഫ് ദ ബോളിൽ ടോട്ട്നാമിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോവും. പ്ലേയേഴ്സ് ഒക്കെ ഒരു സ്ട്രക്ചറും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് റേഞ്ചേഴ്സ് കുറച്ചുകൂടി ക്ലിനിക്കലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ 3-4 ഗോളൊക്കെ ഈസി ആയിട്ട് അടിക്കേണ്ട ചാൻസുകൾ ഉണ്ടായിരുന്നു. 6 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവസാനം 2-1 ജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ
ഫ്രേസർ ഫോസ്റ്റർ ആണ് നമ്മളെ രക്ഷിച്ചത്. ക്ലോസ് റേഞ്ചിലുള്ള ഒരു 1-on-1 ഷോട്ട് ഫോസ്റ്റർ സേവ് ചെയ്തു. ഇല്ലെങ്കിൽ നമ്മൾ തോക്കേണ്ട കളിയാണ്. ഇവിടെ ഫസ്റ്റ് ഗോളിനെ പറ്റി എടുത്തു പറയുന്നത്, ഫസ്റ്റ് ഹാഫിൽ ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇരു ടീമുകളും കൺവേർട്ട് ചെയ്തിട്ടില്ല. സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ 47-ാമത്തെ മിനിറ്റിലാണ് ഒരു കിടിലം ക്രോസ് ബോക്സിലേക്ക് എത്തുന്നത്. ഇവിടെ ആർച്ചി ഗ്രേ ഉണ്ടായിരുന്നു, പെഡ്രോ പോറോ ഉണ്ടായിരുന്നു. രണ്ടുപേരും ബോളിനായിട്ട് ഓടുന്നുണ്ട്. ഇഗമാനെ ഇവരിടയിലൂടെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വന്ന് ഒരു ഷോട്ട് എടുക്കുന്നു. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1-0 ലീഡിലേക്ക് റേഞ്ചേഴ്സ് എത്തുകയാണ്. പിന്നീട് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ മൂക്കുകൊണ്ട് എക്സ്ട്രാ വരയ്ക്കുന്ന സിറ്റുവേഷൻ ആണ്. മാഡിസൺ ട്രൈ ചെയ്യുന്നു, ജോൺസന് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഒന്നും ബോക്സിലേക്ക് എത്താതെ പലപ്പോഴും പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഈ ടീമിൽ നോക്കിയാൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന 1-2 പ്ലെയർ ലിസ്റ്റിൽ കുളസസ്കി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. പുള്ളി ഇൻഡിവിജ്വലായിട്ട് ഒരു ബോളുമായിട്ട് വരുന്നു, ബോക്സിനകത്തേക്ക് കയറി 2 പേരെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നു. എനിക്ക് തോന്നുന്നു 3-4 ഡിഫൻഡേഴ്സിന്റെ ഇടയിലൂടെയാണ് ഈ ഷോട്ട് അകത്തേക്ക് കയറിയത്. അങ്ങനെ 1-1 സമനിലയിലേക്ക് സ്പേഴ്സ് എത്തി. പിന്നീട് 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഇരു ടീമുകൾക്കും ലഭിച്ചു. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ കളിയിൽ പിടിച്ചു നിന്നു. കളി അവസാനിക്കുമ്പോൾ സമനിലയോടെ തൃപ്തിപ്പെടേണ്ട ഒരു അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ പ്ലേ ഓഫിന് തൊട്ട് പിറകിലാണ് നമ്മൾ നിൽക്കുന്നത്, 9ാം സ്ഥാനത്താണ്. ഇനി വരാൻ പോകുന്ന 2 മത്സരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.